നമസ്കാരം. CPM അംഗമാണ് ക്ലീറ്റസ് ലോറൻസ് എന്ന 57-കാരൻ. CITU യൂണിയൻ സ്റ്റാഫ് കൺവീനറുമാണ്. പക്ഷേ 4 വർഷമായി തന്റെ ജോലി സംരക്ഷിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് കുണ്ടറ വെള്ളിമൺ കൊച്ചുവിള വടക്കത്തിൽ ക്ലീറ്റസ് ലോറൻസ്. പെരിനാട് കാപ്പെക്സ് കശുവണ്ടി ഫാക്ടറി ജീവനക്കാരനാണ് ക്ലീറ്റസ്. 2022 ഇവിടെ നിന്നും പെരുമ്പുഴയിലെ ഫാക്ടറിയിലേക്ക് ക്ലീറ്റസിനെ മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നു. എന്നാൽ സൊസൈറ്റി മുഖാന്തരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കാൻ കഴിയില്ല എന്ന 2014 വാണിജ്യ വ്യവസായ ഡയറക്ടറുടെ ഉത്തരവ് അടിസ്ഥാനമാക്കി സ്ഥലം മാറ്റം പറ്റില്ലെന്ന് ക്ലീറ്റസ് കാപ്പെക്സിനെ അറിയിച്ചു. 2023 ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധിയും സമ്പാദിച്ചു. എന്നാൽ കമ്പനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുവാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഈ വിധിക്കെതിരെ കമ്പനി വീണ്ടും അപ്പീൽ പോയി. ജനുവരി 6 വരെ കോടതി ഈ വിധി സ്റ്റേ ചെയ്തു. ജനുവരി 6 സ്റ്റേ ഉത്തരവിന്റെ കാലാവധി അവസാനിച്ചു. എന്നിട്ടും തിരികെ ജോലിയിൽ കയറുവാൻ ഉത്തരവ് ലഭിക്കാത്തതിനാൽ കാപ്പെക്സ് MDയെ സമീപിച്ചു. ഇപ്പോൾ MDയും കൈയൊഴിയുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കാപ്പെക്സില് 2012 തന്നെ പെരുമ്പുഴ ഫാക്ടറിയിലേക്ക് സ്ഥലം മാറ്റിയായിരുന്നു. സ്ഥലം മാറ്റത്തിനെതിരെ നമ്മൾ കേസ് കൊടുത്ത് അങ്ങനെ ഡയറക്ടർ ഉത്തരവിറക്കി കാപ്പെക്സിൻ്റെ ഡയറക്ടർ ബോർഡിനോ MDക്കോ ചെയർമാനോ പെരുന്നാടിക്ക് 350 ബന്ധമില്ലെന്നും അവിടെ കയറിപ്പോകലെന്നും സഹിതം ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവരിപ്പം 2022 ഇതന്നെ വീണ്ടും തന്നെ പെരുമ്പുഴ ഫാക്ടറിക്ക് സ്ഥലം മാറി. ആ 2014 ഉത്തരവും പ്രകാരം ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ആ വിധിക്കെതിരെ അപ്പീൽ പോവുകയും അപ്പീലിനകത്ത് കോടതി ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാൻ പറയുകയും ആർബിട്രേഷൻ കോടതി അന്നത്തെ നോട്ടീസ് ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. ആ വിധിക്കെതിരെ ഇവർ വീണ്ടും അപ്പീൽ പോവുകയും 4 മാസത്തെ സ്റ്റേ കൊടുക്കുകയും 4 മാസത്തെ സ്റ്റേ കഴിഞ്ഞപ്പോൾ അത് ജനുവരി 6 സ്റ്റേ പിൻവലിക്കുകയും സ്റ്റേ പിൻവലിച്ചതിന് ശേഷം ഞാൻ വീണ്ടും MDയെ സമീപിക്കുകയും ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാളെ വരെ അത് തന്നിട്ടില്ല. എന്താ അവർ പറയുന്നത്? അവർക്ക് MDക്കായിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എത്ര നാളുകൊണ്ട് ഇപ്പം പുറത്തേക്ക്? 4 വർഷം കഴിഞ്ഞു. ആനുകൂല്യങ്ങളൊന്നും തന്നിട്ടില്ല. ഞാനിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. പാർട്ടിയുടെ ചുമതല ഉണ്ടായിരുന്നു? പാർട്ടിയുടെ ഞാൻ CPMൻ്റെ മെമ്പറായിരുന്നു. 365 രൂപ ലിവി കൊടുക്കുന്ന ഒരാളായിരുന്നു 1 വർഷം. പിന്നെ CITUവിൻ്റെ സ്റ്റാഫ് യൂണിയൻ കൺവീനറുമായിരുന്നു. ഇനി എന്താ നടപടി? നടപടി അവർ ജോലിക്ക് കയറ്റാന്നുള്ളേ ഉള്ളൂ. ഈ വർഷം പിരിയുകയും ചെയ്യും. പെൻഷൻ എഴുതേണ്ടത് ഇവർ എഴുതാൻ പറ്റിയിട്ടില്ല. പെൻഷൻ എഴുതിയാൽ എനിക്ക് 1000 രൂപ പോലും പെൻഷൻ കിട്ടത്തില്ല. 30 വർഷം സർവീസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം 4 വർഷം കഴിഞ്ഞു. ഈ വർഷം ഡിസംബർ 30 പിരിയേണ്ട ആളാണ്. 35 വർഷം സർവീസ് ആകുന്നത്. 35 വർഷം സർവീസ് എഴുതാനുള്ള 1000 രൂപ പെൻഷൻ പോലും കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പെൻഷൻ 2 വർഷമായിട്ട് എഴുതാനിട്ടിരിക്കും. അവർ എൻ്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കാതെ എനിക്ക് പെൻഷൻ എഴുതാനും പറ്റത്തില്ല. CPM പാർട്ടി മെമ്പറും സ്റ്റാഫ് യൂണിയൻ കൺവീനറുമായിരുന്ന തനിക്ക് ഈ ഗതിയാണുള്ളതെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി പറയേണ്ടതില്ല. 30 വർഷമായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും 48 മാസമായി യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. വിരമിക്കാൻ തുച്ഛമായ കാലമുള്ളതിനാൽ അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ തൽസ്ഥാനത്ത് നിയമിക്കണമെന്നാണ് ക്ലീറ്റസിന്റെ ആവശ്യം.